മലയാള സിനിമയിൽ തൻ്റെതായ ഒരു വ്യക്തിമുദ്ര പതിപ്പിച്ച പ്രശസ്ത സിനിമാ താരം ശ്രീ വിജയകൃഷ്ണനാണ് ഇപ്പോൾ നമ്മുടെ കൂടെ ഉള്ളത്. വിജയകൃഷ്ണൻ്റെ വിശേഷങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നേരിട്ട് ചോദിക്കാം. സുഹൃത്തുക്കളുടെ ഒരു ഇൻഫ്ലുവൻസ് ലൈഫിനെ എങ്ങനെ ബാധിച്ചിട്ടുണ്ട്? വളരെ വലിയ തോതിൽ ഹാപ്പിയായിട്ട് പോസിറ്റീവായിട്ട് ബാധിച്ചിട്ടുണ്ട് സുഹൃത്തുക്കളുടെ ഇൻഫ്ലുവൻസ്. കാരണം ലൈഫിൽ സൗഹൃദങ്ങൾ എന്ന് പറഞ്ഞാൽ ഞാൻ ലൈഫായിട്ട് തന്നെയാണ് സൗഹൃദങ്ങളെ കാണുന്നത്. സൗഹൃദം എന്ന വാക്കിൻ്റെ ഒരു പര്യായമായിട്ട് ലൈഫ് ഞാൻ കാണുന്നത്, അല്ലെങ്കിൽ ലൈഫിൻ്റെ ഒരു പര്യായമായിട്ട് സൗഹൃദത്തിൽ കാണുന്നത്. കാരണം ജീവിതത്തിലെ എപ്പോഴും സൗഹൃദങ്ങൾക്ക് ഒരു വലിയ പങ്ക് നല്ല വ്യക്തിത്വങ്ങളിൽ ഉണ്ട് ഞാൻ വിശ്വസിക്കുന്നു. കാരണം ജീവിതത്തിൽ വിജയിച്ച ആളുകൾക്കൊക്കെ നല്ല നല്ല സുഹൃത്തുക്കൾ ഉണ്ടായിട്ടുണ്ട്, നല്ല സൗഹൃദങ്ങളുണ്ടായിട്ടുണ്ട്. ഒരു പക്ഷേ അന്നും, അതായത് ഇപ്പോൾ സ്കൂൾ പഠിക്കുന്ന കാലത്താണെങ്കിലും ശരി, ഇന്നത്തെ കാലഘട്ടത്തിലായാലും ശരി, ഇന്ന് എൻ്റെ കൂടെ ഉള്ളതും അന്നുള്ളതും ഒക്കെ എപ്പോഴും സുഹൃത്തുക്കളാണ്. സുഹൃത്തുക്കളായിട്ട് എന്താ പറയുക, കറങ്ങിയടിച്ച് നടക്കുക, അല്ലെങ്കിൽ സുഹൃത്തുക്കളായിട്ട് കുറച്ച് കാര്യങ്ങൾ ഷെയർ ചെയ്യുക, സുഹൃത്തുക്കളോട് കുറേ കാര്യങ്ങൾ സംസാരിക്കുക, സുഹൃത്തുക്കളുടെ പ്രശ്നങ്ങളിൽ ഇടപെടുക, എൻ്റെ പ്രശ്നങ്ങൾ സുഹൃത്തുക്കളെ കൊണ്ടുവരിക, ഈ രണ്ട് ടീമുകളും കൂടി മറ്റുള്ള പ്രശ്നങ്ങളിൽ ഇടപെടുക. അങ്ങനത്തെ ഒരു രീതിയിലാണ് ഞാൻ എപ്പോഴും സൗഹൃദങ്ങളെ കാണുന്നത്. വിജയകൃഷ്ണൻ്റെ ഈ പ്രൊഫഷണൽ രംഗത്ത് സുഹൃത്തുക്കൾ ഏത് രീതിയിലും സ്വാധീനിച്ചിട്ടുണ്ടോ? അതോ സുഹൃത്തുക്കളിൽ നിന്ന് പ്രൊഫഷനിലേക്ക് പോയതാണോ, അതോ പ്രൊഫഷനിലും ഈ സുഹൃത്തുക്കൾ കൊണ്ടുവന്നോ? പ്രൊഫഷനിലേക്ക് സുഹൃത്തുക്കളെ കൊണ്ടുവന്നായിരിക്കും. കാരണം എൻ്റെ സൗഹൃദങ്ങളൊക്കെ എപ്പോഴും എനിക്ക് ചുറ്റുമുള്ള, അതായത് എൻ്റെ വീടിന് ചുറ്റും അല്ലെങ്കിൽ എനിക്ക് ചുറ്റുമുള്ള ആളുകളാണ് അന്നും ഇന്നും. പിന്നെ പ്രൊഫഷനിലേക്ക് വന്നതിന് ശേഷമാണ് കൂടുതൽ സൗഹൃദങ്ങൾ ഉണ്ടായിട്ടുള്ളത്. അത് ഒരുപക്ഷെ പ്രൊഫഷണലി ഉള്ള സൗഹൃദങ്ങൾക്ക് അപ്പുറത്തേക്ക് കൂടുതലായിട്ട് വളർന്നിട്ടില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. പക്ഷേ വിജയകൃഷ്ണന്റെ ഈ പ്രൊഫഷണലി ഉള്ള സിനിമാ സങ്കല്പങ്ങളെ ഷെയർ ചെയ്യാനുള്ള സമാന മനോഭാവമുള്ള സുഹൃത്തുക്കളാണോ വിജയകൃഷ്ണനുള്ളത്? തീർച്ചയായിട്ടും. കാരണം അവരെല്ലാം സിനിമയെ ആഗ്രഹിക്കുന്ന, സിനിമ സ്വപ്നം കാണുന്ന, സിനിമയിലേക്ക് വരാൻ ആഗ്രഹിക്കുന്ന, സിനിമയിലൂടെ നടന്നുകൊണ്ടിരിക്കുന്ന സുഹൃത്തുക്കളാണ് എപ്പോഴും കൂടെ. എപ്പോഴും വിജയകൃഷ്ണന് സ്വന്തം പ്രൊഫഷണലിൽ എപ്പോഴും ഒരു താങ്ങായിട്ടും നട്ടലായിട്ടും നല്ല സുഹൃത്തുക്കൾ വലയമുണ്ടാകും. അമ്മ ഒരു കാര്യം പറഞ്ഞു, ചെറുപ്പത്തില് കുറ്റല്ല, അതെ, അതായത് ചെറുപ്പത്തില് ക്യാമറ കാണുമ്പോൾ ചെറിയ കുട്ടിയായ വിജയകൃഷ്ണൻ ഓടി രക്ഷപ്പെടും. എവിടെ പോയാലും ആര് കല്യാണ വീഡിയോ ആണെങ്കിൽ പോലും ക്യാമറ കണ്ട ഓടി രക്ഷപ്പെടുന്ന ഒരു സ്വഭാവമായിരുന്നു വിജയകൃഷ്ണൻ ഉണ്ടായിരുന്നത്. ആ ഒരു വിജയകൃഷ്ണൻ ഇപ്പോൾ ക്യാമറ എവിടെ നിന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓടി ചെന്ന് അങ്ങോട്ട് ക്യാമറയുടെ അടുത്തേക്ക് പോകുന്ന അവസ്ഥയാണ്. എന്താണ് ഈ ഒരു ട്രാൻസിഷൻ്റെ പിന്നിൽ സംഭവിച്ചത്? ഒരു കാരണം ഉണ്ടാവുമല്ലോ. ഈ കാരണം എന്ന് പറഞ്ഞ നേരത്തെ പറഞ്ഞതിൻ്റെ ഉത്തരമാണ്. കാരണം ഈ ഫാസ്റ്റ് ഞാൻ പറയാത്തത്, അതായത് അച്ഛൻ ജീവിച്ചിരുന്ന സമയത്ത് എന്നെ നമ്മളിപ്പോൾ ഒരു ഫോട്ടോഗ്രാഫർ വന്ന് ഫോട്ടോ എടുക്കുമ്പോൾ മൂപ്പൊരു കൈ ഇങ്ങനെ പിടിച്ചിട്ട്, അതായത് പുള്ളിയുടെ കൈ പിടിച്ചിട്ടാണ് എന്നെ നിർത്തുക. എൻ്റെ ഒരു ചെറിയ സൈക്കിൾ ഉണ്ടായിരുന്നു. ആ സൈക്കിൾ ഞാൻ ഒരു കൈ പിടിച്ചു, ഒരു കൈ അച്ഛൻ്റെ കയ്യിലായിരുന്നു. ഈ ഫ്രെയിമിൽ ഈ ഫോട്ടോയിൽ അച്ഛൻ്റെ കൈ ശരിക്കും കാണാമായിരുന്നു. അല്ലെങ്കിൽ ഞാൻ ക്യാമറമാനെ ക്യാമറ കാണും, കരയും, ഓടും, ഉറപ്പാണ്. പിന്നെ ആകെ പ്രശ്നമായി. പിന്നെ സംഭവിച്ചത് കാലം വരുത്തിയ മാറ്റമാണെന്ന് എനിക്ക് തോന്നുന്നു. അന്ന് എന്തെങ്കിലും ഒരു പ്രത്യേക ഇൻസിഡൻറ്റ് പറയാൻ പറ്റുമോ? ഈ ഒരു ആറ്റിറ്റ്യൂഡിൽ നിന്ന് ഇതിൻ്റെ ഫുൾ ടൈം ഒരു ക്യാമറ മാത്രം ആ ഒരു ജീവിതമായി നിൽക്കുന്ന ഒരു അവസ്ഥയിലേക്ക് മാറുന്നതിനുള്ള ഒരു ഇൻസിഡൻറ്റ് എന്തെങ്കിലും ഉണ്ടോ? ഒരു ഇൻസിഡൻ്റ് ഇല്ല, പക്ഷെ അതിനൊരു കാരണം എൻ്റെ സ്വപ്നങ്ങൾ. ഈ സ്വപ്നം ഉണ്ടാവാൻ കാരണം അത്ഭുത ദ്വീപ് എന്ന് പറയുന്ന സിനിമയാണ്? ആയിരിക്കില്ല. കാരണം അത്ഭുതത്തിന് മുൻപേ ഏകദേശം 2 വർഷം മുൻപേ ഞാൻ ഈ സ്കൂളിൽ തന്നെയായിരുന്നു കലോത്സവത്തിലെ വിജയമായിട്ടായിരുന്നു. കലാരംഗത്തേക്കുള്ളൊരു വലിയ തുടക്കം എന്ന് പറയാൻ പറ്റില്ല, അന്ന് വലിയ തുടക്കമായിരുന്നു. അന്ന് ജില്ലാ കലോത്സവത്തിലെ 2nd പ്രൈസ് വിന്നറായിരുന്നു മിമിക്രിയിൽ. അങ്ങനെയാണ് കൂടുതൽ സ്റ്റേജ് ഷോകൾ, കോമഡി സ്കിറ്റുകളുടെ ഭാഗമൊക്കെയായിരുന്നു. ഈ കലാജീവിതത്തിലേക്ക് വരാനുള്ള ഒരു ഇൻസ്പിറേഷൻ ആയിട്ട് ആരെങ്കിലും കാണുന്നുണ്ടോ? സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് ആരെങ്കിലും ഒരു വ്യക്തിയായിട്ട് അങ്ങനെ എൻ്റെ അറിവിൽ എനിക്ക് ഓർത്തെടുക്കാവുന്ന ഒരു വ്യക്തി എന്നില്ല. കുറേ ആളുകളെ, ഒരു പക്ഷേ സിനിമ ആണെങ്കിലും മിമിക്രി ആണെങ്കിലും കോമഡി ആണെങ്കിലും അതിൽ കാണുന്ന കുറേ സംഭവങ്ങൾ, കുറേ നല്ല കലാകാരന്മാരെ കണ്ടിട്ട് തന്നെയാണ് ഞാനും ആ രംഗത്തേക്ക് എത്തിയത്. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, കോമഡിയിലേക്ക് എത്തിയത് തികച്ചും യാദൃച്ഛികമായിട്ടായിരുന്നു. അത് ആക്സിഡൻ്റലി സംഭവിച്ചു പോയത്. ആദ്യം കിട്ടിയ സമ്മാനം അതെനിക്ക് തോന്നുന്നു കൃത്യമായിട്ട് ഓർമ്മയില്ല.
എങ്കിൽ പോലും ഞാൻ LP സ്കൂളിൽ പഠിക്കും, അതായത് JSM എന്ന് പറഞ്ഞൊരു ഇംഗ്ലീഷ് മീഡിയം പൂക്കോട്ടുംപാടത്ത് ഉണ്ടായിരുന്നു. ഞാൻ വളർന്നിട്ടില്ല, നടന്നുകൊണ്ടിരിക്കുന്ന പൂക്കോട്ടുംപാടം ഗ്രാമത്തിലെ ഒരു ഇംഗ്ലീഷ് മീഡിയം സ്കൂളായിരുന്നു JSM എന്ന് പറഞ്ഞത്. ആ സ്കൂളിൽ പ്രസംഗ മത്സരത്തിൽ എനിക്ക് കിട്ടിയ ട്രോഫിയാണ് തോന്നുന്നത്. ട്രോഫിയല്ല, അന്ന് സോപ്പ് പെട്ടിയോ അതേപോലത്തെ എന്തോ ഒരു സാധനമായിരുന്നു. ഇതാണ് ഫസ്റ്റ് പ്രൈസ്. അവിടുന്ന് പിന്നെ ഇങ്ങോട്ട് ഒരുപാട് പാരിതോഷികങ്ങൾ അല്ലെ, പിന്നെ കോമഡി ഫെസ്റ്റിവൽ എന്ന് പറയുന്ന ഒരു വലിയ പ്ലാറ്റ്ഫോമിലേക്കുള്ള ഒരു അരങ്ങേറ്റം. അവിടുന്ന് കിട്ടിയ എത്രാം സ്ഥാനം ആണ് അലങ്കരിച്ചത് കോമഡി ഫെസ്റ്റിവൽ? ഞങ്ങളെ ടീം ലിറ്റിൽ സ്റ്റാർസ് എന്ന് പറഞ്ഞ ടീം 5ാം സ്ഥാനമായിരുന്നു കോമഡി ഫെസ്റ്റിവൽ. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം 5ാം സ്ഥാനം അതിപ്പോഴും ഒരു വലിയ 1ാം സ്ഥാനം തന്നെയാണ്. കോമഡി ഫെസ്റ്റിവലിലേക്ക് വരാനുള്ള ഒരു സാഹചര്യം എന്തായിരുന്നു? അതും ഞാൻ പറഞ്ഞില്ലേ, മിമിക്രി എന്ന കലാരൂപത്തിൻ്റെ കൂടെ സഞ്ചരിക്കുകയായിരുന്നു. അപ്പോൾ കോമഡി സ്കിറ്റുകൾ ചെയ്യുന്നുണ്ടായിരുന്നു, ആ പ്രോഗ്രാംസിൽ ചെറിയ ടീമുകളായിട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ അത്ഭുതത്തിന് ശേഷം ഉള്ള ഞങ്ങളുടെ ചെറിയ ആളുകളുടെ പൊക്കം കുറഞ്ഞ ആളുകളുമായിട്ടുള്ള ഒരു സൗഹൃദം, അതിൽ നിന്നും ഉള്ള എൻ്റെ ഒരു സുഹൃത്താണ് പ്രദീപ് എന്ന് പറഞ്ഞത്, പ്രദീപ് പെരുമ്പാവൂർ എന്ന് പറഞ്ഞത്. അതെ, ഞങ്ങളുടെ ടീമിൻ്റെ ലീഡറാണ്. അദ്ദേഹത്തിൻ്റെ ഒരു കോളായിരുന്നു, അദ്ദേഹത്തിൻ്റെ ഒരു യാദൃച്ഛികമായിട്ടുള്ള ശരിക്കും പറഞ്ഞൊരു കോളായിരുന്നു ആ വലിയ സ്റ്റേജ്. ആ സ്റ്റേജ് നമ്മൾ സ്വപ്നം കണ്ടായിരുന്നു. കാരണം ഏഷ്യാനെറ്റ് കോമഡി സ്റ്റാറൊക്കെ നടക്കുന്ന സമയമായിരുന്നു. കോമഡി സ്റ്റാറിൻ്റെ മുന്നിൽ, അതായത് ടെലിവിഷൻ ചാനലിൻ്റെ മുന്നിൽ വീട്ടിലിരുന്ന് ഇങ്ങനെ കാണുമ്പോൾ എനിക്കൊരിക്കൽ ഇങ്ങനെ കിട്ടൂലേ അങ്ങനെയുള്ളൊരു അവസ്ഥയായിരുന്നു. തീർച്ചയായിട്ടും അതാണ്. അത്ഭുതദ്വീപിലേക്ക് എങ്ങനെയാണ് പ്രവേശനം കിട്ടിയത്? അത്ഭുതദ്വീപ് ഞാൻ 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്തായിരുന്നു ആ സിനിമ. ഞങ്ങൾ സിനിമ വരുന്നുണ്ട്, ഉയരം കുറഞ്ഞ ആളുകളാണ് ആ സിനിമയിൽ കഥാപാത്രങ്ങളായിട്ട് വരുന്നത് എന്നൊരു വാർത്ത ഉണ്ടായിരുന്നു. ആ വാർത്തയ്ക്ക് അനുസൃതമായിട്ട് ഞാനൊരു വെറുതെ ഒരു അപ്ലിക്കേഷൻ, പക്രുചേട്ടനെ കാണണം, വിനയൻ സാറിനെ കാണണം എന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. വിനയൻ സാറിൻ്റെ പേഴ്സണൽ അഡ്രസ്സിലൊരു അപ്ലിക്കേഷൻ അയച്ചു. ഒരു 1 വീക്കിനുള്ളിൽ അവിടുന്ന് മറുപടി വന്നു. കാരണം ആ മറുപടി ഭയങ്കര അൺഎക്സ്പെക്റ്റഡ് ആയിരുന്നു. ഒരു എന്താ പറയുക, ഭയങ്കര ഷോക്കിങ് ആണ് സത്യം പറഞ്ഞത്. കാരണം അത്രയും ഒരു സിനിമാ സംവിധായകൻ്റെ മാനേജർ നേരിട്ട് പിടിക്കുന്നു, എന്താ പറയുക, അങ്ങനൊരു വലിയ സിനിമയിലേക്ക്, മലയാള സിനിമയിലേക്ക് എൻട്രി എന്നൊക്കെ പറയുമ്പോൾ ആദ്യം ഇതെന്താണെന്നൊരു ടെൻഷൻ ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ ഇവിടുന്ന് എൻ്റെ ചേട്ടൻ്റെ കൂടെ പോയിട്ടുള്ളത് കൊച്ചി. ഇപ്പം ഞാൻ 3 വർഷമായിട്ട് താമസിക്കുന്ന അറിയുന്ന കൊച്ചി എന്ന നഗരത്തിൽ ആദ്യമായിട്ട് എത്തുന്നത് ആ സമയത്താണ്. ഏകദേശം ഒരു 10-15 വർഷം കൊച്ചി എന്ന വലിയ നഗരത്തിലാണ്. അതെ, ഇപ്പോഴും അത് തന്നെയാണ്. കൊച്ചി എന്ന വലിയ നഗരത്തിലാണ് ചെറിയ വിജയത്തിൽ താമസിക്കുന്നത്. അപ്പം അന്നത്തെ ഒരു അനുഭവം എന്ന് പറയുന്നത്, അതിനുശേഷം ഏകദേശം ഒരു മാസം കഴിഞ്ഞിട്ട് പടത്തിൻ്റെ ഷൂട്ട്, ആദ്യം പൂജയിൽ അവിടെ വെച്ചിട്ട് കൊച്ചി സരോവരം എന്ന വൈറ്റിലുള്ള ഒരു ഹോട്ടലിൽ വെച്ചിട്ടായിരുന്നു പൂജ. അവിടെ നിന്ന് വെച്ചിട്ട് കുറേ സിനിമാ നടന്മാരെ, കുറേ സംവിധായകരൊക്കെ പേര് മാത്രം കേട്ടിട്ടുള്ള, അല്ലെങ്കിൽ ചിത്രങ്ങൾ മാത്രം കണ്ടിട്ടുള്ള, സിനിമയിൽ മാത്രം കണ്ടിട്ടുള്ള വ്യക്തിത്വങ്ങളെ നേരിട്ട് കാണാൻ, സംസാരിക്കാനുള്ള അവസരം വെച്ചു. ഏറ്റവും വലിയൊരു അന്നത്തെ സന്തോഷം എന്ന് പറയുന്നത് പക്രുചേട്ടനോടുള്ള സംഭാഷണമാണ്. ആദ്യം പറഞ്ഞ പക്രുചേട്ടൻ എന്ന് പറഞ്ഞ ഗിന്നസ് ബക്രു, ഇന്ന് ഗിന്നസ് ബക്രുവാണ്, അന്നുണ്ട് ബക്രു വരുന്നത്. അന്ന് ആ ഒരു വ്യക്തിത്വം കുറേ നമ്മളതിൽ ഇൻസ്പിറേഷൻ ഉണ്ടാക്കിയിട്ടുണ്ട്. അയാളെ നേരിട്ട് കണ്ട് സംസാരിക്കുമ്പോൾ ഒരു പ്രത്യേക മാനസികാവസ്ഥ ഉണ്ട്. പിന്നെ ഞാൻ പറഞ്ഞില്ല, ഒരു മാസം കഴിഞ്ഞിട്ട് മലമ്പുഴ, പാലക്കാട് ജില്ലയിലെ മലമ്പുഴയിൽ വെച്ചിട്ടായിരുന്നു ഈ പടത്തിൻ്റെ ഷൂട്ട്. ബാക്കി ഭാഗം ഗോവയിൽ വെച്ചിട്ടായിരുന്നു. അവിടെ വെച്ചുള്ള ഒരുപാട് അനുഭവങ്ങളുണ്ട്. സിനിമ എന്ന് പറഞ്ഞ ലോകത്തേക്ക് പുറത്തു നിന്ന് നമ്മൾ അത്രയും കാലം നോക്കിക്കണ്ട സിനിമ എന്ന സാധനം നമ്മുടെ മുന്നിൽ, അല്ലെങ്കിൽ നമ്മളാ സിനിമയിൽ, അല്ലെങ്കിൽ നമ്മളിൽ സിനിമ നടക്കുകയാണ് അവിടെ. അതിൻ്റെ കുറേ അനുഭവങ്ങൾ. കാരണം എനിക്ക് തോന്നുന്നു വളരെ വൈകാരികമായിട്ട് പറയുമ്പോൾ അത്രയും കാലം സുഹൃത്തുക്കൾ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ എൻ്റെ നാട്ടുകാരൊക്കെ എന്നേക്കാൾ പൊക്കമുള്ള ആൾക്കാരാണ്. എൻ്റെ സുഹൃത്തുക്കൾ എൻ്റെ ഏജിലുള്ള ആൾക്കാരാണെങ്കിലും എന്നേക്കാൾ കുറഞ്ഞ ഏജിലുള്ള ആളുകളും എന്നേക്കാളും ഹൈറ്റാണ്. തോളിൽ കൈയിട്ട് നടക്കാൻ, അല്ലെങ്കിൽ സമപ്രായക്കാർ, അല്ലെങ്കിൽ എന്നേക്കാൾ പ്രായമുള്ള ആളുകളുടെ തോളിൽ കൈയിട്ട് നടക്കാൻ ആദ്യമായിട്ട് ജീവിതത്തിൽ സാധിച്ചത് ആ ദിവസമാണ് അത്ഭുതദ്വീപ് എന്ന സിനിമയുടെ ലൊക്കേഷനിൽ ഒരുമിച്ച് തോളിൽ കൈയിട്ട്. തീർച്ചയായിട്ടും. കാരണം അത്രയും കാലം അങ്ങനെ ഒരു സംഗതി ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ട്. അവരുടെ തോളിൽ കൈയിട്ട് നടക്കുക, അവർ എൻ്റെ തോളിൽ കൈയിട്ട് നടക്കുക, ഒരുമിച്ച് ഇരുന്ന് ഭക്ഷണം കഴിക്കുക, ഒരുമിച്ച് എന്താ പറയുക, കുറേ ആളുകളായിട്ടുള്ള നമ്മളെ പോലത്തെ, എന്നെ പോലത്തെ ആളുകളുമായിട്ടുള്ള ഒരു മിംഗ്ലിങ്, അതൊരു വലിയ അനുഭവമായിരുന്നു. ഒരു 40 ദിവസം ആദ്യത്തെ എക്സ്പീരിയൻസ്. തീർച്ചയായിട്ടും. ആ ബന്ധങ്ങൾ ഇപ്പോഴും നിലനിന്ന് പോകുന്നു ഒരു പരിധി വരെ. ഒരുപാട് ആളുകളായിട്ടുള്ള ബന്ധങ്ങൾ ഇപ്പോഴും നിലനിർത്തുന്നുണ്ട്. അത്ഭുതദ്വീപിൻ്റെ ലൊക്കേഷനിൽ വെച്ചിട്ട് അമ്പിളിച്ചേട്ടനൊക്കെ മീറ്റ് ചെയ്ത കാര്യങ്ങളൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. തീർച്ചയായിട്ടും. അതൊരു വലിയ അനുഭവമായിരുന്നു. കാരണം മലയാള സിനിമയിൽ അത്രയും അറിയപ്പെടുന്ന ഒരു നടൻ, അത്രയും വലിയ നിലയിലുള്ളൊരു നടൻ, ജഗതി ശ്രീകുമാർ എന്ന അമ്പിളിച്ചേട്ടനായിട്ടുള്ള അനുഭവം ഒരുപാട് ഭയങ്കര സന്തോഷം നിറഞ്ഞ അനുഭവം. കാരണം
അദ്ദേഹത്തെ നേരിട്ട് കാണാൻ പറ്റി, അവരോട് സംസാരിക്കാൻ പറ്റി. അദ്ദേഹത്തിൻ്റെ അടുത്ത് ചെല്ലുമ്പോൾ തീർച്ചയായിട്ടും ഒരു വലിയ താരജാടകളൊന്നും ആയിരുന്നു. അത്രയും തിരക്ക്. അതേസമയം തന്നെ ആ അത്ഭുതീപം സിനിമ ചെയ്യുന്ന സമയത്ത് ഒരുപാട് സിനിമകൾ അദ്ദേഹം ചെയ്തിരുന്നു. ആ ലൊക്കേഷനിൽ ഇങ്ങനെ ഓടി ഓടി നടക്കുന്ന ഒരാളാണ് അദ്ദേഹം. പുള്ളിയുടെ അടുത്ത് ഞാൻ ആദ്യം ചെന്നത് എനിക്ക് തോന്നുന്നു ഫോട്ടോ എടുക്കാനാണ്. ഫോട്ടോ എടുത്ത് ഇവിടെ എൻ്റെ അടുത്ത് ഒരു ചെറിയ ക്യാമറ ഉണ്ടായിരുന്നു. ആ ക്യാമറയും കൂടി ഞാൻ അദ്ദേഹത്തിൻ്റെ അടുത്ത് ഫോട്ടോ എടുത്ത് ഇവിടെ ചോദിച്ചു. ഫോട്ടോ എടുത്തതിന് ശേഷം അദ്ദേഹം ആ ഫോട്ടോ എടുത്ത് കാണിച്ച് ക്യാമറയുടെ കുറേ കാര്യങ്ങൾ എനിക്ക് പറഞ്ഞു തന്നു. അതിനുശേഷം ഞാൻ എന്ത് ചെയ്യുന്നു, എന്നെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ, എൻ്റെ കുടുംബത്തെക്കുറിച്ച്, എൻ്റെ പഠനത്തെക്കുറിച്ച്, ഭാവിയിൽ ഇന്നത് പഠിക്കണം, അത്തരം കുറേ ഒരുപാട് അഡ്വൈസുകളൊക്കെ കുറച്ച് സമയം കൊണ്ട് അദ്ദേഹം തന്നു. ഒരു എന്താ പറയുക, ഞാൻ പറഞ്ഞില്ല, ഒരു വലിയ മനുഷ്യനെ ഞാൻ അത്രയും നേരം എൻ്റെ മുന്നിൽ കണ്ടത്. ജഗതി ശ്രീകുമാർ എന്ന നടനായിരുന്നു. സിനിമയിലെ കൊമഡിയെന്നല്ല, ഒരിക്കലുണ്ട്. വലിയ വലിയ കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കുന്ന, ഒരുപാട് കാര്യങ്ങളെക്കുറിച്ച് ആധികാരികമായിട്ട് പറയാൻ അറിവുള്ളൊരു മനുഷ്യനായിരുന്നു. വലിയ മനുഷ്യനാണ് തീർച്ചയായിട്ടും. അദ്ദേഹത്തിൻ്റെ ഒരു ഇപ്പോഴത്തെ അവസ്ഥ നമ്മളൊക്കെ മലയാള സിനിമയെ സ്നേഹിക്കുന്ന എല്ലാ ആളുകൾക്കും, ഒരുപക്ഷെ ഒരു ചെറിയ കുട്ടിക്ക് വരെ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് അമ്പിളി ചേട്ടൻ, ജഗതി ചേട്ടൻ തിരിച്ചു വരിക എന്നത്. അതിനുവേണ്ടി നമുക്ക് കാത്തിരിക്കാം. ജഗതി ചേട്ടൻ്റെ തിരിച്ചറിവ് എന്തായാലും നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. ഒരിക്കലും ആ ഒരു വിടവ് നമുക്ക് നിർത്താൻ പറ്റില്ല, വേറെ ഒരു പകരമല്ല നിർത്താൻ പറ്റില്ല. ജഗതി ചേട്ടൻ അല്ലാതെ വേറെ ആരൊക്കെയായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്? പിന്നെ എന്താ പറയുക, ഇന്ദ്രൻ ചേട്ടനെ അറിയാം. ഇന്നും അന്നും ഒക്കെ പറയുന്ന ഒരു കാര്യമാണ്, മലയാള സിനിമയിൽ തന്നെ ഏറ്റവും എളിമയുള്ള ഒരു നടനാണ് അദ്ദേഹം. ഇതേപോലെയാണ്, ഒരു വ്യക്തിത്വം ഉള്ള മനുഷ്യനായിരുന്നു. ഭയങ്കരമായിട്ട് നമ്മളെ സ്നേഹിക്കാനും അടുത്തറിയാനും ഒക്കെ പറ്റുന്ന, കുറേ കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കുന്ന, വളരെ എന്താ പറയുക, നമ്മളെക്കാളും ഡൗൺ ടു എർത്തായിട്ട് നിൽക്കുന്നതാണ് ജഗദീഷ് ചേട്ടൻ. അതുപോലെ കൽപ്പന ചേച്ചി, ഈ വർഷം നമ്മൾ വിട്ടുപിരിഞ്ഞു പോയ കൽപ്പന ചേച്ചി. കൽപ്പന ചേച്ചിയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഭയങ്കര കെയറിങ് ആയിരുന്നു. ചെറിയ കുട്ടികളെ എങ്ങനെ കെയർ ചെയ്യും എന്ന പോലെയായിരുന്നു ഇവിടുത്തെ ഒരു സിനിമ കാണിച്ചിരുന്നു. പിന്നെ സാജൻ സാഗര, അദ്ദേഹം നമ്മൾ വിട്ടുപിരിഞ്ഞു പോയി. സാജേട്ടനായിട്ടുള്ളൊരു പരിചയം ഉണ്ടായിരുന്നു. സാജേട്ടനായിട്ട് വളരെ ഒരു ഇമോഷണൽ അറ്റാച്ച്മെന്റ് ഉണ്ടായിരുന്നു. തീർച്ചയായിട്ടും. കാരണം 2 സാജന്മാരുണ്ടായിരുന്നു പുതിയതിൽ, 2 സാജന്മാർ. അതിലൊന്ന് ഈ പറഞ്ഞ സാജൻ സാഗര. അദ്ദേഹം ആ സമയത്തെ അത്യാവശ്യം പ്രശസ്തനായിരുന്നു. സ്റ്റേജ് ഷോകളിലൂടെയും വേറെ ചില സിനിമകളിലൂടെയൊക്കെ പ്രശസ്തനായിരുന്നു. അദ്ദേഹമായിട്ട് ഒരു അടുത്ത ബന്ധമില്ലെങ്കിൽ പോലും എന്താ പറയുക, ഒരു ഭയങ്കര സ്നേഹം ഉണ്ടായിരുന്നു. നമ്മളൊക്കെ ഭയങ്കര കെയറിങ് ആയിരുന്നു. കാരണം നമ്മളെക്കാളും ഏജിൽ സീനിയർ ആയിരുന്നു. പിന്നെയുള്ളത് സാജൻ പിറോം എന്ന് പറഞ്ഞാൽ, അദ്ദേഹം മലബോദ്വീപിലൊരു മുഖ്യമായ കഥാപാത്രം ചെയ്തിട്ടുള്ളൊരു നടനായിരുന്നു. ഒരുപാട് സിനിമകളിലേക്ക് ഒരു പക്ഷേ എത്തിപ്പെടേണ്ട വ്യക്തിയായിരുന്നു അദ്ദേഹം. എനിക്ക് പറഞ്ഞാൽ ഇമോഷണൽ ആയിട്ടൊരു ബന്ധമുണ്ടായിരുന്നു ഒരു ചേട്ടനെ പോലെ. ആ സിനിമയിൽ തുടക്കത്തിൽ തന്നെ പക്രു ചേട്ടനോടൊപ്പം തന്നെ, പക്രു ചേട്ടൻ്റെ കസിനായിട്ടായിരുന്നു അതിൽ. അദ്ദേഹത്തിൻ്റെ മരണം ഭയങ്കര ഷോക്കിംഗ് ആയിരുന്നു. കാരണം എനിക്ക് നല്ലൊരു ആത്മബന്ധം ഉണ്ടായിരുന്നു, ഒരു ബ്രദറിനെ പോലെ, ഒരു ബ്രദറായിട്ട് തന്നെ ആത്മബന്ധം ഉണ്ടായിരുന്ന ഒരു മനുഷ്യനായിരുന്നു. ഈ അത്ഭുത ദ്വീപിന് ശേഷം വിജയകൃഷ്ണൻ ഒരു നേരത്തെ പറഞ്ഞ പോലെ സീരിയസ് ആയിട്ട് സിനിമ ലൊക്കേഷനിലേക്ക് കടന്നു കയറിയത്, അത് ഏത് ലൊക്കേഷനായിരുന്നു? അത് തീർച്ചയായിട്ടും എനിക്ക് തോന്നുന്നു കോമഡി ഫെസ്റ്റിവലിന് ശേഷമായിരുന്നു. അത്ഭുതവും കഴിഞ്ഞിട്ട് കുറച്ച് വർഷങ്ങൾ കഴിഞ്ഞ് കോമഡി ഫെസ്റ്റിവലിന് ശേഷമായിരിക്കും. എന്താ പറയുക, സലാല മൊബൈൽസ്, സെക്കൻഡ്സ് എന്ന സിനിമകളൊക്കെ എനിക്ക്, ഞാൻ ഒരു നടനായിട്ട് കയറി ചെന്ന, അല്ലെങ്കിൽ സിനിമയെ സീരിയസ് ആയിട്ട് സമീപിച്ചുകൊണ്ട് കയറി ചെന്ന ലൊക്കേഷനുകളായി. കാരണം അവിടെ വെച്ചിട്ടുള്ള അനുഭവങ്ങൾ, അവിടെ വെച്ച് എനിക്ക് കിട്ടിയ ഒരു എന്താ പറയുക, അവരുടെ ഭാഗത്തു നിന്ന് കിട്ടിയ ഒരു പ്രത്യേക ഒരു പരിഗണന എന്നാണ് പറയും. കാരണം ഒരു തരത്തിൽ പറഞ്ഞ ഒരു സ്റ്റാർഡം പോലത്തെ ഒരു പരിഗണന ലഭിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ ആയിരിക്കാം സിനിമയെ സീരിയസ് ആയിട്ട് അതൊക്കെ സ്റ്റാർ ആയിക്കൊണ്ടിരിക്കുകയായിരുന്നു അല്ലേ? കാരണം അങ്ങനെ ആയിരിക്കാം. ഇപ്പോൾ അങ്ങനെ ആഗ്രഹിക്കുന്ന ഒരാളാണ്. ഏതായിരുന്നു അതിന് ശേഷമുള്ള സിനിമ? എനിക്ക് തോന്നുന്നു ഫസ്റ്റ് ഞാൻ ചെയ്തത് സെക്കൻഡ്സ് ആണ്, പിന്നെ സലാല മൊബൈൽസ്. പക്ഷെ ആദ്യം റിലീസായത് സലാല മൊബൈൽസ് ആണ്. ഏറ്റവും ആദ്യം സെക്കൻഡ്സ്, സലാല മൊബൈൽസ്, പിന്നെ ചിറകുടഞ്ഞ കിനാവുകൾ, വിശ്വാസം അതല്ലേ എല്ലാം, ആനമയിലൊട്ടകം, ഇന്റർവ്യൂ ജോയി, ഇനി വരാൻ പോകുന്നത്. സെക്കൻഡ്സിന്റെ റിലീസിന് മുമ്പ് തന്നെ വിനായകനുമൊത്തുള്ള ഒരു പോസ്റ്റർ വളരെയധികം പബ്ലിസൈസ് ചെയ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. തീർച്ചയായിട്ടും അവരുടെ ഒരു മാർക്കറ്റിങ്ങിന്റെ ഒരു ഭാഗമായിട്ട് തന്നെ ആ പോസ്റ്റർ മാറിയിരുന്നു. വിനായകൻ എങ്ങനെയായിരുന്നു അനുഭവങ്ങൾ അവിടെയുള്ള വിനായകനുമായിട്ട്? എങ്ങനെ വിനായകൻ ചേട്ടൻ എന്ന് പറഞ്ഞാൽ ഈ പറയാം, ഇപ്പോൾ കമ്മട്ടിപ്പാടം എന്ന സിനിമ റിലീസായി മലയാള സിനിമയിലെ എന്താ പറയുക താരത്തിളക്കത്തിൽ നിൽക്കുന്ന ഒരു നടനാണ് വിനായകൻ. അദ്ദേഹമായിട്ട്, കാരണം അദ്ദേഹം ഒരു പക്ക നാടൻ മനുഷ്യനായിരുന്നു. എനിക്ക് തോന്നുന്നു ഒരു പക്ക കൊച്ചിക്കാരനായിട്ട് സംസാരിക്കുന്നത്. നിങ്ങളെന്താണ് വായിക്കുക, എവിടെയാണ് വീട്, എവിടെയാണ് നാട്, അങ്ങനെ സംസാരിക്കുന്ന ഒരു മനുഷ്യനായിരുന്നു. ഒരിക്കലില്ല. ഭയങ്കര സിമ്പിളായിരുന്നു. മാത്രമല്ല ഭയങ്കര എന്താ പറയുക, ഭയങ്കര കമ്പനിയായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഒരു പച്ച മനുഷ്യനായിട്ട്, ഞാൻ പറയുമ്പോൾ കമ്മട്ടിപ്പാടത്തിലൊക്കെ സംസാരിക്കുന്ന ഒരു വിനായകനായിട്ട്, ഗംഗയായിട്ടായിരുന്നു.
അവിടെ നിന്ന് എനിക്ക് അദ്ദേഹത്തെ കാണാനും അദ്ദേഹത്തിനോട് സംസാരിക്കാനും പറ്റി. അനീഷ് ഉപാസന എങ്ങനെയാണ് വിജയകൃഷ്ണനെ കണ്ടെത്തിയത്? ഒരുപാട് ആർട്ടിസ്റ്റുകളുണ്ടല്ലോ, എങ്ങനെ വിജയകൃഷ്ണനെ മാത്രം അവിടുന്ന് പൊക്കിയെടുത്ത് കൊണ്ടുപോകും? അനീഷേട്ടൻ എനിക്ക് തോന്നുന്നു എൻ്റെ ഫേസ്ബുക്ക് ഫ്രണ്ടാണ്. ഫേസ്ബുക്കിൽ ഞാൻ അത്യാവശ്യം ഒരു 3-4 വർഷമായിട്ട് വളരെ ആക്റ്റീവായിട്ട് നിൽക്കുന്ന ഒരു വ്യക്തിയാണ്. സാമൂഹ്യ മാധ്യമങ്ങളിൽ മൊത്തം ഫേസ്ബുക്ക് അടക്കം. ഫേസ്ബുക്കിൽ എൻ്റെ ഒരു സുഹൃത്തായിരുന്നു അനീഷേട്ടൻ. ഞാൻ അനീഷേട്ടൻ മാറ്റിനിക്ക് ശേഷം അനീഷേട്ടൻ അങ്ങോട്ട് ഫ്രണ്ട് റിക്വസ്റ്റ് അയച്ചിട്ട് ഫ്രണ്ടായിരുന്നു. പിന്നെ ഇടയ്ക്ക് ഇങ്ങനെ ചാറ്റിംഗ് ഒക്കെ ഉണ്ടായിരുന്നു. ഒരു ദിവസം ചാറ്റിങ്ങിൽ ഞാൻ ചോദിച്ചു, ഇടയ്ക്ക് സിനിമ പോസ്റ്റർ ഞാൻ കണ്ടിരുന്നു, ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ സിനിമ തുടങ്ങുന്നതുള്ള. അപ്പോൾ സിനിമയിൽ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ, അപ്പോൾ നോക്കാമെന്ന് പറഞ്ഞു. കുറേ ദിവസങ്ങൾക്ക് ശേഷം ഒരു ദിവസം പെട്ടെന്ന് എനിക്കൊരു മെസ്സേജ് അയച്ചു, നിങ്ങളെൻ്റെ സിനിമയിലുണ്ട് ജയസൂര്യ, ഞാൻ വിളിക്കാം, പ്രൊഡക്ഷനിൽ വിളിക്കും. തീർച്ചയായിട്ടും സർപ്രൈസ് ആയിരുന്നു. ജയസൂര്യ നായകനായിട്ടുള്ള സിനിമയാണ്, ഞാൻ എന്തെങ്കിലും വിളിക്കാൻ. അദ്ദേഹം എനിക്ക് തോന്നുന്നു കോമഡി ഫെസ്റ്റിവൽ എന്ന ഷോ അദ്ദേഹം കണ്ടിട്ടുണ്ട്, പ്രോഗ്രാം കണ്ടിട്ടുണ്ട് എന്ന് എടുത്ത് പറഞ്ഞു. പിന്നെ കുറേ സുഹൃത്തുക്കൾ വഴി അദ്ദേഹത്തിന് എന്നെ അറിയാമായിരുന്നു. ജയസൂര്യയുമായിട്ട് കോമ്പിനേഷൻ സീൻ ഉണ്ടായിരുന്നു? ജയസൂര്യമായിട്ട് കോമ്പിനേഷൻ ഉണ്ടായിരുന്നില്ല, പക്ഷേ ലൊക്കേഷനിൽ അദ്ദേഹം ഉണ്ടായിരുന്നു. ലൊക്കേഷനിൽ വെച്ച് അദ്ദേഹത്തെ പരിചയപ്പെട്ടിരുന്നു. കൂടുതൽ ബന്ധമൊന്നും ഉണ്ടാക്കാൻ പറ്റിയിട്ടില്ലെങ്കിലും അത്യാവശ്യം ഫ്രണ്ട്ലിയായിട്ട് സംസാരിക്കാൻ പറ്റിയത്. മമ്മൂട്ടി അടക്കമുള്ള ഒട്ടുമിക്ക താരങ്ങളുമായിട്ടും ഇപ്പോൾ അഭിനയിച്ചു കഴിഞ്ഞു. തീർച്ചയായിട്ടും. ആരൊക്കെയാണ് ലിസ്റ്റ് എടുത്തുമ്പോൾ ജയസൂര്യ, മമ്മൂക്ക, അഭിനയിക്കാൻ പറ്റിയില്ല പക്ഷെ സംസാരിക്കാൻ പറ്റിയിട്ടുണ്ട് ലാലേട്ടൻ, പിന്നെ ദുൽഖർ സൽമാൻ, ഷൈൻ ടോം ചാക്കോ, സൗബിൻ, പിന്നെ ഞാൻ പറഞ്ഞില്ല ഇന്ദ്രൻ ചേട്ടൻ, ജഗദീഷ് ചേട്ടൻ, പക്രു ചേട്ടൻ, സാജൻ സാഗര, കൽപ്പന ചേച്ചി, ബിന്ദു പണിക്കർ. ഇതൊക്കെ ഒരു ലിസ്റ്റ് തന്നെയാണ്. തീർച്ചയായിട്ടും വലിയ അനുഭവം. മലയാള സിനിമയിലെ എന്നും നമ്മൾ ഓർക്കുന്ന ഒരു നടനാണ് ശ്രീനിവാസ്, അദ്ദേഹത്തിൻ്റെ കൂടെ. പിന്നെ നമ്മുടെ MP കൂടി ആയിട്ടുള്ള ഈ ചേട്ടൻ. ഇത്ര ആളുകളൊക്കെയാണ്. ഒരു പക്ഷേ എനിക്ക് ഒരുമിച്ച് അഭിനയിക്കാൻ അവസരം കിട്ടിയത്. പിന്നെ അതിനപ്പുറത്തേക്ക് തമിഴ് സിനിമയിലെ ഒരു നമ്പർ 1 കൊമഡിയനായ സന്താനം സാർ, അദ്ദേഹത്തിൻ്റെ കൂടെ അഭിനയിക്കാനുള്ള ഒരു അവസരം ഉണ്ടായിരുന്നു മലയാളത്തിൽ. തീർച്ചയായിട്ടും സലാല മൊബൈൽസിലേക്ക് സെക്കൻഡ്സിന് ശേഷമാണ് വിജയകൃഷ്ണൻ സലാല മൊബൈൽസ് വിളി. അതെ. ആ സിനിമയിലെ ക്യാമറാമാൻ സതീഷ് കുറുപ്പ് വഴിയായിരുന്നു ഞാൻ ശരത്തേട്ടൻ പടത്തിൻ്റെ ഡയറക്ടറായ ശരത്തെ ഹരിദാസിലേക്ക്. സന്താനവുമായിട്ട് ഒരു വലിയ അനുഭവം. കാരണം എന്താ വെച്ചാൽ അദ്ദേഹത്തിൻ്റെ തിരക്കുകൾ അറിയാം. മലയാള സിനിമയിൽ ആദ്യത്തെ മലയാള സിനിമയാണ് സന്താനം അഭിനയിക്കുന്ന ആദ്യത്തെ മലയാള സിനിമ എന്ന ടാഗ് ലൈനോടെയായിരുന്നു സലാല മൊബൈൽസ് എന്ന പടത്തിൻ്റെ റിലീസ്. അദ്ദേഹത്തിന് വേണ്ടി അദ്ദേഹത്തിൻ്റെ തിരക്കുകൾ മാനിച്ച് ഈ ഒരു സിനിമാ ക്രൂ മൊത്തം, ക്യാമറമാൻ, ഡയറക്ടർ അടക്കമുള്ള ശ്രീകുമാർ എന്ന നടൻ, ദുൽഖർ സൽമാൻ എന്ന നടൻ, വിജയകൃഷ്ണൻ എന്ന നടൻ, ഇവരെല്ലാം കൂടി ഒരുമിച്ച് ചെന്നൈ AVM സ്റ്റുഡിയോയിലേക്ക് ചെന്നിട്ടായിരുന്നു ഷൂട്ട്. അദ്ദേഹത്തിനെ കാണാനുള്ളൊരു എന്താ പറയുക, ഒരു ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു. കാരണം എനിക്ക് തമിഴ് വലിയ വശമല്ല, ഇവിടെ എങ്ങനെ ഈ പുള്ളിയോട് സംസാരിക്കുന്നൊരു ടെൻഷനായിരുന്നു. സന്താന സാർ ലൊക്കേഷനിലേക്ക് വന്നു. അദ്ദേഹം വരുമ്പോൾ തന്നെ നമുക്കൊരു എനർജിയാണ്. കാരണം അദ്ദേഹം എല്ലാവരെയും വിഷ് ചെയ്യുന്നു, എല്ലാവരുടെ ഗുഡ് മോർണിംഗ് പറഞ്ഞിട്ട്, അല്ലെങ്കിൽ എല്ലാവരും സൗഖ്യമായിരിക്കുക എന്നൊക്കെ പറഞ്ഞിട്ടാണ് അദ്ദേഹം ലൊക്കേഷനിലേക്ക് വരുന്നത്. ശരത്തേട്ടൻ എന്നെ വിളിച്ചു, ഡയറക്ടർ ശരത്തേട്ടൻ വിളിച്ചു. ഞാൻ അദ്ദേഹത്തിന് മുന്നിൽ ചെന്നു. ശരത്തേട്ടൻ എന്നെക്കുറിച്ച് കുറേ ഇൻട്രൊഡക്ഷൻ തമിഴിലായിരുന്നു, എനിക്ക് എന്തൊക്കെയാണ് വ്യക്തമായിട്ട് അറിയില്ല. കോമഡി ആർട്ടിസ്റ്റാണ്, മലയാള സിനിമയിലെ ആക്ടറാണെന്നൊക്കെ പറഞ്ഞാണ് അദ്ദേഹം എന്നെ പരിചയപ്പെടുത്തിയത്. സന്താന സാർ എൻ്റെ മുന്നിലേക്ക് ഇങ്ങോട്ട് വന്നു ഷെയ്ക്കിൻ്റെ നിന്ന്, ഹായ് സാർ നിങ്ങൾ എപ്പിടി ഇരിക്കുന്നത്. എനിക്ക് പറഞ്ഞൊരു അന്തം വിട്ട അവസ്ഥയാണ്. കാരണം അത്രയും വലിയൊരു നടൻ നമ്മുടെ അടുത്ത് ഇങ്ങോട്ട് വന്നിട്ട് സാർ എന്ന് വിളിക്കുമ്പോഴൊരു മാനസികാവസ്ഥ ഭയങ്കര, സത്യം പറഞ്ഞാൽ അത് അനുഭവിക്കുമ്പോഴേ എനിക്ക് തോന്നുന്നു പറഞ്ഞറിയിക്കാൻ പറ്റും. അദ്ദേഹം ഷെയ്ക്കിൻ്റെ നിന്ന് സംസാരിച്ച് എന്നെക്കുറിച്ച് ഓഫീസിൽ സംസാരിച്ച്, എന്നിട്ട് അത് ഒരു ചെറിയ റോളായിരുന്നു ആ സിനിമയിൽ. ശരത്തേട്ടനോട് അദ്ദേഹം ഒരു അഡ്വൈസ് കൊടുത്തു, അടുത്ത നിങ്ങളുടെ സിനിമയിൽ ഒരു നല്ല കഥാപാത്രം അദ്ദേഹത്തിന് കൊടുക്കണം എന്ന് പറഞ്ഞിട്ടാണ് ഷോട്ടിലേക്ക് അദ്ദേഹം വന്നത്. ചെറിയ റോളായിരുന്നെങ്കിലും അത് വളരെ ശ്രദ്ധിക്കപ്പെടുന്ന ഒരു റോളായിരുന്നു, ഒരു ഇന്നസെന്റ് റോളായിരുന്നു. എനിക്ക് പറഞ്ഞൊരു തമാശയായിരുന്നു, മാത്രമല്ല കുട്ടികളിലൊക്കെ ഭയങ്കര ഒരു രസം ഉണ്ടാക്കുന്ന ഒരു റോളായിരുന്നു. അതെ, സിഗരറ്റ് വലിച്ച് പുക വിട്ടുകൊണ്ട് ദുൽഖർ സൽമാനെ നോക്കി എന്തോ കോപ്പി കാണിക്കാറുണ്ടായിരുന്നു. തീർച്ചയായിട്ടും അതും ഭയങ്കര തമാശയാണ്. കാരണം ഇല്ല എന്ന് തന്നെയാണ് എനിക്ക് വ്യക്തമായിട്ടും സത്യസന്ധമായിട്ട് തന്നെ പറയാം. അങ്ങനെ പ്രത്യേകിച്ച് പറയത്തക്ക ദുശീലങ്ങളൊന്നുമില്ല. പിന്നെ എല്ലാ ദുശീലങ്ങളെ കുറിച്ച് ഞാനിവിടെ വിവരിക്കുന്നില്ല. അങ്ങനെ ഒരു ദുശീലം ഇല്ലാത്ത എൻ്റെ അടുത്ത് സിഗരറ്റ് വലിക്കണം എന്ന് പറഞ്ഞു ചേർത്ത്. എനിക്ക് ഭയങ്കര ഒരു ബുദ്ധിമുട്ടായിരുന്നു. എത്ര സിഗരറ്റ് ഒഴിവാക്കാൻ പറ്റും, പറഞ്ഞാൽ ആ ഫീലിൽ അങ്ങനെ വേണമെന്ന് പറഞ്ഞു. പിന്നെ അത് ഭയങ്കര കോമഡി ആയിരുന്നു കുറച്ച് നേരം അവിടെ സംഭവിക്കുന്നത്. കാരണം ഞാൻ സിഗരറ്റ് വലിക്കുന്ന ഷോട്ട്സ് എടുക്കുമ്പോൾ സിഗരറ്റ് ഞാൻ പിടിക്കുന്നത് പോലും തെറ്റായിട്ടായിരുന്നു. സിഗരറ്റ് സാധാരണ ഉപയോഗിക്കുന്ന ഒരാൾ പിടിക്കുന്ന രീതിയിലല്ല ഞാൻ സിഗരറ്റ് എൻ്റെ കയ്യിൽ പിടിച്ചത്. അത് രസമായിരുന്നു. മാത്രമല്ല ശരത്തേട്ടൻ, ദുൽഖർ സൽമാൻ, ദുൽഖർ നടൻ, എന്താ പറയുക, സതീഷ് കുറുപ്പ് ക്യാമറമാൻ, പ്രൊഡക്ഷൻ കൺട്രോളർ ഉണ്ട്, ആൻഡോ ചേട്ടൻ പ്രൊഡ്യൂസറായിട്ടുള്ള ആൻഡോ ജോസഫ്, ഇവരൊക്കെ ലൊക്കേഷനിലുണ്ടായിരുന്നു.
ഞാൻ സിഗരറ്റ് വലിച്ച് ഫസ്റ്റ് സ്മോക്ക് എടുത്ത് ചുമച്ച് ആകെ പ്രശ്നമായി, ടൈക്ക് കട്ടുപോയി. എന്നിട്ട് മൊത്തം ലൊക്കേഷനിൽ ചിരിയായി. അവർ ചിരിക്കുന്നു, ഞാനാകെ ചമ്മി നിൽക്കുന്നു എന്നാ പറഞ്ഞ ഭയങ്കര ഒരു തമാശയുണ്ട്. കാരണം സതീശേട്ടൻ പറഞ്ഞു ഭയങ്കര പാപമാണ് പുള്ളിനെ കൂടി ചെയ്യിക്കണത്. ശരത്തേട്ടൻ പറയടാ നീ ജസ്റ്റ് സോറി ശരത്തേട്ടനല്ല ക്യാമറമാൻ പറഞ്ഞു, സതീശേട്ടൻ പറഞ്ഞു നീ ഒറ്റ വട്ടം ഒരു സ്മോക്ക് എടുത്താൽ മതി, അദ്ദേഹം ബാക്കി ടേക്കിലെടുത്ത് വേണം. കാരണം അദ്ദേഹത്തിന്റെ കഷ്ടപ്പാടാണ് ഞാൻ എപ്പോഴും ഓർക്കുന്നുണ്ട്. അങ്ങനെ ഒരു ഭയങ്കര രസകരമായിട്ടുള്ള അനുഭവമായിരുന്നു. ശരത്തേട്ടന് വല്ലാത്തൊരു വാത്സല്യം ഉണ്ടായിരുന്നു. തീർച്ചയായിട്ടും. കാരണം ഒരു സിനിമാ സംവിധായകൻ എന്നതിന് അപ്പുറത്തേക്ക് ഒരു നല്ല സൗഹൃദം ഉണ്ടായിരുന്നു ആ വ്യക്തിയുമായിട്ട്. കാരണം സിനിമയുടെ കുറേ ഉള്ളറകളുടെ കുറേ കാര്യങ്ങൾ, നെഗറ്റീവ്സ് പോസിറ്റീവ്സ് ഒക്കെ അദ്ദേഹം എൻ്റെ അടുത്ത് ഷെയർ ചെയ്തിട്ടുണ്ട്. കലാല മൊബൈൽസ് എന്ന സിനിമയെക്കുറിച്ചും അതിനുശേഷമുള്ള ഭാവി സിനിമകളെ കുറിച്ചൊക്കെ അദ്ദേഹം എൻ്റെ അടുത്ത് സംസാരിച്ചിട്ടുണ്ട്. സിനിമ എന്ന മാധ്യമത്തിൽ നടക്കുന്ന കുറേ കാര്യങ്ങൾ, അദ്ദേഹത്തിൻ്റെ ആഡ് മേക്കർ എന്നുള്ള രീതിയിലുള്ള അനുഭവങ്ങൾ. പിന്നെ ഞാൻ പറഞ്ഞില്ല, ഏറ്റവും വലിയ ഒരു നന്ദിയാണ് അദ്ദേഹത്തിൻ്റെ അടുത്ത്. ദുൽഖർ എന്ന മലയാളത്തിലെ ഇന്നത്തെ യുവതാരങ്ങളിലേക്കും ശ്രദ്ധേയനായ ദുൽഖർ, നമ്മുടെ പ്രിയപ്പെട്ട മമ്മൂക്കയുടെ മകൻ, അദ്ദേഹമായിട്ടുള്ളൊരു ബന്ധമുണ്ടായത് എനിക്ക് കരാള മൊബൈൽസ് എന്ന സിനിമയ്ക്ക് ശേഷമാണ്. പ്രൊഡ്യൂസറായിട്ടുള്ള ആൻഡോ ജോസഫ് എൻ്റെ ഒരു നല്ല സുഹൃത്ത് വഴിയാണ് ഞാൻ ആദ്യം ആൻഡോ ചേട്ടനെ പരിചയപ്പെടുന്നത്. അവൻ ആദ്യമായിട്ട് ആൻഡോ ചേട്ടനോട് എന്നെക്കുറിച്ച് പറഞ്ഞു. ഫോണിൽ ഞാൻ സംസാരിച്ചിട്ടുണ്ട് ആൻഡോ ജോസഫ് എന്ന പ്രൊഡ്യൂസറോട്. പക്ഷെ ആദ്യമായിട്ട് സംസാരിക്കുന്നതും നേരിട്ട് കാണുന്നതും ഒക്കെ ഈ ലൊക്കേഷൻ. അതാണ് ശരത്തേട്ടനായിട്ടുള്ള ഏറ്റവും വലിയ ഒരു ചേട്ടനായിരുന്നു. സതീഷ് കുറുപ്പുമായിട്ടും ഇതുപോലെ തന്നെ വളരെ നല്ല ബന്ധം. തീർച്ചയായിട്ടും ഇപ്പോഴും ആ ഒരു ബന്ധം നിലനിർത്താൻ പറ്റുന്നുണ്ട്. കാരണം സതീഷ് ചേട്ടൻ ഏതെങ്കിലും ഒരു സിനിമയുടെ ന്യൂസ് കാണുമ്പോൾ അദ്ദേഹത്തെ വിളിക്കാൻ പറ്റുന്നു, അദ്ദേഹത്തെ നേരിട്ട് പോയി കാണാൻ പറ്റുന്നു. എന്താ പറയുക, ഒരു സാധാരണ മനുഷ്യനായിട്ട് ഒപ്പയിരുന്ന് ചായ കുടിക്കുന്നൊരു മനുഷ്യനാണ് സതീഷ് ചേട്ടൻ. കാരണം സിനിമാക്കാരുടെ ജാടകളൊന്നും ഇല്ലാത്ത, സിനിമയുടെ ഉള്ളറകളിലേക്ക് വലിയ സംഭവമാണ്, ആനയാണ് കോത്താമ്പിയാണ് സിനിമ എന്ന് പറയാത്തൊരു മനുഷ്യനാണ് സതീഷ്. അതിനുശേഷം പിന്നെ ചെയ്ത പടം ഏതാണ്? ചിലകുടിഞ്ഞി നക്കൾ അതിനുശേഷം വന്ന സിനിമയാണോ? അതിനുശേഷം വന്നത്. അതായത് കൃത്യം ഓർഡർ എനിക്ക് ഓർമ്മയില്ല. അതിനുശേഷമാണ് ചിലകുടിഞ്ഞിരിക്കുന്ന ഇവിടെ സിനിമ ചെയ്തത്. ശ്രീനിയേട്ടനോടും വിന്നസെന്റിനെയും കൂടെ തീർച്ചയായിട്ടും ഒരു കോമ്പിനേഷൻ ആയിരുന്നു. അതും നല്ലൊരു അനുഭവമായിരുന്നു. അപ്പോൾ ഈ ഒരു അനുകരണ കലയിൽ നിന്ന് അഭിനയ കലയിലേക്ക് വന്ന് ഇനി മലയാള സിനിമ വാഴാൻ പോവുകയാണ് അല്ലേ? തീർച്ചയായിട്ടും ആകാശത്തോളം സ്വപ്നം കാണണം എന്നാലേ ഒരു കുന്നോളം കിട്ടുമെന്ന് പറഞ്ഞിട്ടുണ്ട് നമ്മുടെ പ്രിയങ്കരനായ ലാലേട്ടൻ്റെ സിനിമ. അതേപോലെ നമ്മുടെ പ്രിയങ്കരനായ നമ്മുടെ എല്ലാം രാഷ്ട്രപതിയായിരുന്ന, നമ്മളെ വിട്ടുപിരിഞ്ഞു പോയ ശാസ്ത്രജ്ഞനായിരുന്നല്ല ശ്രീ APJ അബ്ദുൽ കലാം പറഞ്ഞിട്ടുണ്ട്, സ്വപ്നം കാണുക, സ്വപ്നം കാണുക, സ്വപ്നം കാണുക. ഇത് തന്നെയാണ് ഞാൻ ജീവിതത്തിൽ എന്നും പ്രാവർത്തികമാക്കാനും എന്താ പറയുക മറ്റുള്ളവരോട് ഷെയർ ചെയ്യാനും ആഗ്രഹിക്കും. അതുകൊണ്ട് തന്നെ ഒരു പക്ഷേ നാളെ മലയാള സിനിമ അടക്കി വാഴേക്കാം. സ്വപ്നങ്ങളാണ് വിജയേഷനെ നയിക്കുന്നത്. തീർച്ചയായിട്ടും. മോഹൻലാലിൻ്റെ കൂടെ വളരെ അടുത്ത് കാരവാനിൽ ഇരുന്നു കൊണ്ട് ഒരു ഫോട്ടോ ഞാൻ ഫേസ്ബുക്കിൽ കണ്ടിരുന്നു. ലാലേട്ടനായിട്ട് പരിചയമുണ്ടോയെന്ന് പറഞ്ഞാൽ ലാലേട്ടൻ ഞാൻ നന്നായിട്ട് അറിയും. അദ്ദേഹം എന്നെ എത്രമാത്രം അറിയുമെന്ന് എനിക്ക് തീർച്ചയായും അറിയില്ല. കാരണം അതൊരു വലിയ അനുഭവമായിരുന്നു. കാരണം കോമഡി ഫെസ്റ്റിവൽ നടക്കുന്ന സമയത്ത് ഞങ്ങളുടെ പ്രോഗ്രാം ജഡ്ജായിരുന്നു സിദ്ദിഖ് സാർ. രണ്ടുപേരും ജഡ്ജായിരുന്നു. സിദ്ദിഖ് സാറിനോട് ഞാൻ എൻ്റെ ആഗ്രഹം അറിയിച്ചു, എന്താ പറയുക, ലാലേട്ടനൊന്ന് കാണും. ജീവിതത്തിൽ സത്യം പറഞ്ഞാൽ മലയാള സിനിമയിലെ ആരുടെയെങ്കിലും കൂടെ അഭിനയിക്കണം എന്ന് ആഗ്രഹമുണ്ടോ എന്ന് ചോദിച്ചാൽ ഒറ്റ ഷോട്ടിലെങ്കിലും കൂടെ നിൽക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നത് ആ വലിയ നടൻ്റെ കൂടെ. കാരണം മോഹൻലാൽ എന്ന് പറഞ്ഞ വ്യക്തി മലയാളികളെ, എന്നെ മാത്രമല്ല മലയാളികളെ സ്വാധീനിച്ചിട്ടുള്ളത് അത്രമാത്രമാണ് എനിക്ക് തോന്നുന്നു. താങ്കളെ കൂടി എനിക്ക് തോന്നുന്നു അദ്ദേഹത്തിൻ്റെ ഒരു അനുഭവം ലേഡീസ് ആൻഡ് ജെന്റിൽമാൻ എന്ന സിനിമയുടെ ലൊക്കേഷനിൽ വെച്ചിട്ടായിരുന്നു അദ്ദേഹമായിട്ട് ഉള്ളത്. ഞാൻ നേരിട്ട് എൻ്റെ ഫ്രണ്ടായിട്ടാണ് ചെന്നത്. സിദ്ദിഖാറിൻ്റെ അനുഭവത്തോടു കൂടി ചെന്നു. അദ്ദേഹം ലൊക്കേഷനിൽ ഷോട്ടിന് റെഡിയായി വരുന്ന സമയമായിരുന്നു ഞാൻ ചെല്ലുമ്പോൾ. ഷോട്ടായിരുന്നു. സിദ്ദിഖാർ എന്നെ വിളിച്ചു. ക്യാമറയുടെ മുന്നിൽ മോഹൻലാൽ എന്ന നടനായിട്ട് അദ്ദേഹം നിൽക്കുന്നു വ്യക്തിയല്ല. അപ്പോൾ മോഹൻലാൽ എന്ന് പറഞ്ഞ നടൻ അവിടെ നിൽക്കുക. പടത്തിലെ ക്യാരക്ടർ എനിക്ക് പേരോർമ്മല്ല. അദ്ദേഹം ക്യാരക്ടറായിട്ട് നിൽക്കുന്ന സമയമാണ്. ആ ചെരിഞ്ഞ നൃത്തം, എന്താ പറയുക, ഒരു ഓട്ടോറിക്ഷയ്ക്ക് അടുത്തതിനെ നിൽക്കുകയുള്ളൂ. ഞാൻ ചെന്നു. അദ്ദേഹം കൈ തന്നു, ഷെയ്ക്കൻഡ് തന്നു. ലാലേട്ടാ എനിക്കൊരു ഫോട്ടോ എടുക്കും, ഞാനിപ്പോൾ വരാം, തീർച്ചയായിട്ടും ഞാൻ എന്ന് പറഞ്ഞു. വളരെ എന്താ പറയുക, വളരെ സിമ്പിളായിട്ടുള്ള ഒരു വ്യക്തിയായിട്ടാണ് എനിക്ക് അദ്ദേഹത്തെ കാണാൻ പറ്റിയത്. പിന്നെ കുറച്ച് സമയം ഞങ്ങൾ വെയിറ്റ് ചെയ്തു. അദ്ദേഹം വന്നു. അദ്ദേഹം ഭക്ഷണം കഴിച്ചോടെ എന്നോട് ഇങ്ങോട്ട് ചോദിച്ചു. അപ്പോൾ ഞാൻ ശരിയെന്ന് പറഞ്ഞു. അദ്ദേഹം കാരവാനിലേക്ക് പോയി. അദ്ദേഹത്തിൻ്റെ ഹസ്ബൻഡ് വന്നിട്ട് നിങ്ങളെ സാറ് വിളിക്കുന്നുണ്ടെന്ന് പറഞ്ഞു. പിന്നെ അദ്ദേഹത്തിൻ്റെ സുഹൃത്തും അദ്ദേഹത്തിൻ്റെ മാനേജറായ ആൻ്റണി പെരുമ്പാവൂർ ആണ് എന്നെ അങ്ങോട്ട് ചെല്ലാൻ സഹായിച്ചത്. കാരവാനിലേക്ക് പോയിരുന്നു. അദ്ദേഹമായിട്ട് സംസാരിച്ചു. അദ്ദേഹമായിട്ട് ഒരു 10 മിനിറ്റോളം കാര്യങ്ങൾ സംസാരിക്കാൻ പറ്റിയിട്ടുണ്ട്. ഒരു വലിയ അനുഭവമായിരുന്നു. പിന്നെ പല സ്ഥലത്തുനിന്നും കാണാനും പറ്റിയിട്ടുണ്ട് മോഹൻലാൽ എന്ന വ്യക്തി.
മമ്മൂക്ക എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ അടുത്തേക്ക് മമ്മൂക്കയുടെ അസിസ്റ്റന്റ് ജോർജ് ഏട്ടനാണോ കൊണ്ടുപോയത്? തീർച്ചയായിട്ടും ഞാൻ അദ്ദേഹത്തിൻ്റെ ബെസ്റ്റ് ആക്ടറിലും പട്ടണബോധത്തിലും ലൊക്കേഷനിലും അദ്ദേഹത്തിനോട് അഭിനയിച്ചിട്ടുണ്ടെങ്കിൽ പോലും ജസ്റ്റ് കാണാൻ പറ്റിയെന്നല്ലാണ്ട് കൂടുതൽ സംസാരിക്കാനും പറ്റിയില്ല. ജോർജ് ഏട്ടനായിട്ടുള്ളൊരു സൗഹൃദം ഉണ്ടായിരുന്നു. ഒരു പേഴ്സണൽ സൗഹൃദത്തിൻ്റെ പുറത്താണ് അദ്ദേഹം അച്ചാദിൻ എന്ന് പറഞ്ഞ പടത്തിൻ്റെ ലൊക്കേഷനിലേക്ക് വിളിപ്പിച്ചു. അവിടെ ചെന്ന് അദ്ദേഹത്തിനോട് സംസാരിക്കാൻ പറ്റി. ശരിക്കും പറഞ്ഞാൽ മമ്മൂട്ടി എന്ന് പറയുമ്പോൾ നമ്മുടെ മുന്നിൽ എപ്പോഴും ഒരു പേടിയാണ് കിട്ടുന്നത്. അദ്ദേഹത്തിൻ്റെ ഒരു എങ്ങനെയായിരിക്കും അദ്ദേഹം പെരുമാറുക എന്ന്. പക്ഷെ അദ്ദേഹം വളരെ എന്താ പറയുക നാച്ചുറലായിട്ടാണ് അദ്ദേഹം സംസാരിച്ചത്. എന്ത് ചെയ്യുന്നു, എറണാകുളത്താണ് താമസിക്കുന്നത് പറഞ്ഞാൽ എറണാകുളത്ത് എവിടെ ചോദിച്ചു, അത്തരം നാച്ചുറലായിട്ടുള്ള ടോക്സ് മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. പക്ഷെ വളരെ സിമ്പിളായിട്ടാണ്, കാരണം വളരെ ഇന്നസെൻ്റായിട്ടാണ് അദ്ദേഹം നമ്മുടെ അടുത്ത് വരുന്നത്. എന്തായാലും മലയാള സിനിമ അടക്കി വീണുകൊണ്ടിരിക്കുന്ന ഒട്ടുമിക്ക പ്രതിഭകളുടെ മനസ്സിലേക്ക് വിജയകൃഷ്ണൻ തൻ്റെതായ ഒരു മുദ്ര അവിടെ പതിപ്പിച്ചിട്ടുണ്ട്. അതിവിടെ വ്യക്തമാണ്. എനിക്ക് തോന്നുന്നു ഒരുപക്ഷെ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ള കുറേ നല്ല അനുഭവങ്ങളും അല്ലെങ്കിൽ ചീത്ത അനുഭവങ്ങളും, ഈ രണ്ട് അനുഭവങ്ങളും നമ്മുടെ ലൈഫിലേക്ക് വരുമ്പോഴാണ് നമ്മൾ കുറേ കാര്യങ്ങൾ പഠിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ പഠനത്തിൽ നിന്നാണ് ഇപ്പോൾ ഒരു വലിയ നടനായാലും ശരി, ഒരു താരമാണെങ്കിലും ശരി, അദ്ദേഹത്തിനോട് പോയി എങ്ങനെ സംസാരിക്കണം, അദ്ദേഹത്തിനോട് എങ്ങനെ ബിഹേവ് ചെയ്യണമെന്ന് പഠിക്കുന്നത് ഇത്തരം അനുഭവങ്ങളിൽ നിന്നാണ്. ഇത്തരം അനുഭവങ്ങൾ തന്നെയാണ് ഞാൻ ഏറ്റവും കൂടുതൽ താങ്ക്ഫുള്ളായിട്ട് ലൈഫിൽ കാണുന്നത്. ഈ ന്യൂ ജനറേഷൻ സിനിമ എന്ന് പറഞ്ഞിട്ടൊരു തരംഗം പിന്നെ അടുത്തുണ്ടായിരുന്നു. അപ്പോൾ അതിങ്ങനെ മങ്ങി ഇപ്പോൾ പഴയ നല്ല പഴയ പോലുള്ള സിനിമകൾ ഇപ്പോൾ വരാൻ തുടങ്ങി. ഈ ന്യൂ ജനറേഷൻ സിനിമയുടെ ഭാഗമായിട്ട് വിജയകൃഷ്ണൻ എന്തെങ്കിലും നിന്നിരുന്നോ? അതോ എന്താണ് ആ ഒരു വാക്കിനെ കുറിച്ച് വിജയകൃഷ്ണൻ്റെ അഭിപ്രായം? ജനറേഷൻ എന്ന് പറഞ്ഞത് എന്നും സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ. അതുകൊണ്ട് തന്നെ ന്യൂ എന്ന വാക്ക് അതിലേക്ക് വരാൻ കാരണം ആ കാലഘട്ടത്തിൻ്റെ ഒരു ഇൻഫ്ലുവൻസ് മാത്രമായിരിക്കും. പ്രേം നസീറിൻ്റെ കാലത്തും സത്യൻ സാറിൻ്റെ കാലത്തും ഒക്കെ ജനറേഷൻ ഉണ്ടായിരുന്നു, ഒന്നും അറിഞ്ഞിട്ടില്ല. പിന്നീട് വന്ന തലമുറ ആവട്ടെ, അവിടെ ഉണ്ടാവും ന്യൂ ജനറേഷൻ. ഇപ്പോഴും വന്ന് ന്യൂ ജനറേഷൻ എന്ന് പറയും. കുറച്ച് കാലം കഴിഞ്ഞാൽ അപ്പോൾ വരുന്ന സിനിമകളും ന്യൂ ജനറേഷൻ തന്നെയായിരിക്കും. വിജയകൃഷ്ണൻ്റെ രസകരമായ വിശേഷങ്ങൾ ഇവിടെ കൊണ്ട് അവസാനിക്കുന്നില്ല. അടുത്ത എപ്പിസോഡിൽ നമുക്ക് വീണ്ടും കാണാം.